ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ഹായ് ഫ്രണ്ട്സ് പറഞ്ഞേ. ഹായ് ഫ്രണ്ട്സ് പറ. അന്ന് കൊച്ചൊന്നും പറയണ്ട. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു രഞ്ജു കില്ലോ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ ഫ്രണ്ടാട്ടോ, ബിനി ചേച്ചിയാണേ. ഇന്ന് ബിനി ചേച്ചിയിൽ ഫാമിലിയായിട്ട് ഒന്ന് ഒത്തുചേർന്ന ദിവസമാണ്. മദീന സൈദിൽ വന്നിട്ട് ഫുഡ് കോർട്ടിൽ ഇരിക്കുക കേട്ടോ. എല്ലാവരും ഉണ്ട്, നമ്മൾ ഫാമിലി മൊത്തം ഉണ്ട്. അത് ബിനി ചേച്ചിയുടെ ഹസ്ബൻഡ്. അങ്ങനെ നമ്മളെല്ലാം ഒത്തുചേർന്നിട്ട് ഒന്ന് ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ ഡിന്നർ ഔട്ട് സൈഡിൽ നിന്നാണ് കേട്ടോ. അങ്ങനെ ഈ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കാൻ വേണ്ടി പറ്റത്തില്ല, അത്രമാത്രം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ എനിക്ക്. ഞാൻ ഈ UAE വന്നപ്പം LLH ഹോസ്പിറ്റലിൽ നിന്ന് കണ്ട് പരിചയമായതാട്ടോ. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് ഹോട്ടലിലേക്ക് പോവുക കേട്ടോ. ഡയറക്റ്റ് പോയി അങ്ങനെ പയ്യന്നൂരിൻ്റെ ഉള്ളിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുക കേട്ടോ, എല്ലാവരും കൂടെ. ആക്ച്വലി ഞാൻ കുറേ വോയിസ് ഒന്നും മ്യൂട്ട് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള കാണാനല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നു. അത് കാരണം കേട്ടോ ബാക്ക്ഗ്രൗണ്ടിലെ സൗണ്ടും കാര്യങ്ങളൊന്നും ഞാൻ ഡിലീറ്റ് ചെയ്യാതെ കേട്ടോ, മ്യൂട്ട് ചെയ്യാതെ വെച്ചിരുന്നത്. അടുത്തിരിക്കുന്ന ആളെ വിളിച്ചിട്ട് കൊച്ചു മുട്ടായിക്ക് റിക്വസ്റ്റ് ചെയ്യുക, ആരേലും എനിക്കൊന്ന് മുട്ടായി മേടിച്ചു തരാൻ. ഇത് നമ്മുടെ ബിനി ചേച്ചീൻ്റെ ഇളയ കൊച്ചാട്ടോ. ആള് ശരിക്കും ഇപ്പോഴും ഇവിടെ വന്നിട്ട് അവിടുന്ന് മുമ്പിൽ കാണുന്ന ഭരണിയിൽ നിന്ന് എപ്പോഴും മിഠായി മേടിക്കാറുള്ളത്. അത് കാരണം ആൾക്ക് യൂസ്ഡ് ആണ്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വരുന്നു കേട്ടോ, 1 by 1 വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഹെസമോളും നമ്മുടെ സിയമോളൊക്കെ അലമ്പാക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരെയും മാനേജ് ചെയ്തിരുത്തിയേക്കുവാണ്. അങ്ങനെ ഹെസമോൾക്ക് വിശക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം ഒന്ന് ഫുഡ് വന്നപ്പോൾ അടങ്ങാതെ കുറച്ച് നേരത്തേക്ക് ഇരുന്നു. പിന്നെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ചേച്ചിയില്ലേ, അതായത് ബിനി ചേച്ചീൻ്റെ കൂടെ നിൽക്കുന്ന ചേച്ചിയേട്ടാ, ആൾ ഒന്ന് പേടിപ്പിച്ചപ്പം രസക്കുട്ടി കുറച്ച് നേരത്തേക്ക് അടങ്ങിയിരുന്നു. പിന്നെയും അലമ്പാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ കുറേ നാളായി നമ്മളിങ്ങനെ ഒരുമിച്ച് ഒരു ഡിന്നർ പ്ലാൻ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇപ്പോഴാണ് നടന്നത്. രണ്ടുപേരും ബിസി, കാരണം പിള്ളേരും കാര്യങ്ങളും ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒത്തുകൂടാൻ അങ്ങനെ സമയം കിട്ടാറില്ല. പക്ഷേ ഈ ചേച്ചീനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, എന്ന് UAE വന്നു അന്ന് തൊട്ടുള്ള കൂട്ടം ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, ഒരു മാറ്റവും ഇല്ലാത്തൊരു ചേച്ചി. ആ ചേട്ടനാണേലും ഫാമിലിയാണേലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേഗം പോകാൻ വേണ്ടി തുടങ്ങും. 2 പേർക്ക് നാളെ ഡ്യൂട്ടി ഉണ്ട് കൈസ്. അത് കാരണം നമ്മൾ പിന്നെ ലുലുവിലും ഒന്ന് കറങ്ങിയിട്ട് പോകാൻ വേണ്ടി കേട്ടോ. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ ബൈ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.